10ാം ക്ലാസ്സിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് 384. ഫൈൻഡ് ദ നമ്പേഴ്സ്. 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8, ഇപ്പോൾ 8 16, 64 72, അങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന 2 മൾട്ടിപ്പിൾസ് ഓഫ് 8, അത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ 384 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതെല്ലാം? 2 മാർക്കിന് പൊതുവേ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് ലെറ്റ് 2 നമ്പേഴ്സ് ബി എക്സ് ആൻഡ് എക്സ് പ്ലസ് 8. ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേത് എക്സ് പ്ലസ് 8 ആയിരിക്കും. ഇപ്പോൾ ഒന്ന് 6 ആണെങ്കിൽ, ഒന്ന് 8 ആണെങ്കിൽ 8 പ്ലസ് 8 16 ആയിരിക്കും അടുത്ത നമ്പർ. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 384. എക്സും എക്സ് പ്ലസ് 8ഉം ഇൻറ്റു ചെയ്താൽ 384 കിട്ടും. ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആകും, എക്സ് ഇൻറ്റു 8 എക്സ് ആകും. അതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 8x ഇസ് ഈക്വൽ ടു 384 എന്നാണ്. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 8x ഇസ് ഈക്വൽ ടു 384 എന്ന് കിട്ടുമ്പോൾ 8xൻ്റെ പകുതി നമ്മൾ എടുക്കണം. 8xൻ്റെ 8ൻ്റെ പകുതി ഇവിടെ എന്താണ് നമ്പർ ഉള്ളത്, ആ നമ്പറിൻ്റെ പകുതി എടുത്ത് അതിൻ്റെ സ്ക്വയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഈ സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 8x, 8ൻ്റെ പകുതി 4 ആണ്, 4ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 384 പ്ലസ് ഇവിടെയും 4ൻ്റെ സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയർ എന്നുള്ളത് നമുക്ക് എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്നാക്കി എഴുതാൻ സാധിക്കും. ഇസ് ഈക്വൽ ടു 384 പ്ലസ് 16. 4 സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ആണ്. അതുകൊണ്ട് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 400 എന്ന് കിട്ടും. ഈ സ്ക്വയർ മാറ്റി ഇവിടെ എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു റൂട്ട് 400 വരും. ഇവിടെ സ്ക്വയർ ആകുമ്പോൾ ഇപ്പുറത്ത് സ്ക്വയർ റൂട്ടായി മാറും. 400ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ 20 ആണ്. എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 20. എക്സ് ഇസ് ഈക്വൽ ടു 20 മൈനസ് 4. ഈ പ്ലസ് 4 ഇപ്പുറത്ത് പോകുമ്പോൾ -4 ആകും. ഇസ് ഈക്വൽ ടു 60. അങ്ങനെ എക്സ് 16 കിട്ടി. എക്സ് 16 കിട്ടിയാൽ എക്സ് പ്ലസ് 8 എന്ന് പറയുമ്പോൾ 16ഉം 8ഉം കൂട്ടിയാൽ 24 എന്ന് കിട്ടും. അതുകൊണ്ട് 16ഉം 24ഉമാണ് ആ 2 നമ്പർ. 16 ഇൻറ്റു 24 ചെയ്ത് നമുക്ക് 384 കിട്ടും. അടുത്ത ചോദ്യം, ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 224. ഫൈൻഡ് ദ നമ്പേഴ്സ്. 2 ഈവൺ നമ്പേഴ്സിൻ്റെ, 2 അടുത്തടുത്ത് കിടക്കുന്ന ഈവൺ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 224 ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഏതല്ല? അപ്പോൾ ലെറ്റ് 2 നമ്പേഴ്സ് ബി എക്സ് ആൻഡ് എക്സ് പ്ലസ് 2. ഇപ്പോൾ 2 ആണെങ്കിൽ 2, 4, 6, 8 അങ്ങനെയല്ല ഈവൺ നമ്പേഴ്സ് പോകുന്നത്. അപ്പം 2ന് ശേഷം 4 വരുമ്പോൾ 2 കൂടുതൽ. ഇപ്പോൾ 16ന് ശേഷം 18 വരുമ്പോൾ 2 കൂടുതൽ. അപ്പോൾ എക്സ് ഇപ്പം 16 ആണെങ്കിൽ 18 ആയിരിക്കും നമ്പർ. അല്ലെങ്കിൽ എക്സ് ഇപ്പോൾ 20 ആണെങ്കിൽ 22 ആയിരിക്കും നമ്പർ. അതുകൊണ്ട് ഇവിടെ വരുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് ആണ്. എക്സും എക്സ് പ്ലസ് 2ഉം ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുക 224 ആണ്. അതുകൊണ്ട് ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആയിട്ട് കിട്ടും, പ്ലസ് എക്സ് ഇൻറ്റു 2x ആയിട്ട് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 2x ഇസ് ഇക്വൽ ടു 224 എന്നിവിടെ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 2x, 2ൻ്റെ പകുതി 1 ആണ്. അതുകൊണ്ട് ഇവിടെ 1 സ്ക്വയർ ആഡ് ചെയ്യുക. ഇവിടെയും അതേപോലെ, ഇവിടെ 1 സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ അതേപോലെ ഇവിടെയും 1 സ്ക്വയർ ആഡ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഇസ് ഇക്വൽ ടു 224 പ്ലസ് 1 സ്ക്വയർ. അതുകൊണ്ട് ഇവിടെ എക്സ് സ്ക്വയറും 1 സ്ക്വയറും കിട്ടിയതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് ആക്കി എഴുതാൻ സാധിക്കും. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 224 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 ആയതുകൊണ്ട് 1 എഴുതുക. സോ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഈ സ്ക്വയർ ഇപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാകും. റൂട്ട് 224 പ്ലസ് 1 225 ആണ്. റൂട്ട് 225 എന്ന് വെച്ചാൽ 15 ആണ്. സോ എക്സ് പ്ലസ് 1 15 കിട്ടി. എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 15 പ്ലസ് 1 ഇപ്പുറത്ത് പോകുമ്പോൾ -1 ആയി മാറും. എക്സ് ഇസ് ഈക്വൽ ടു 14 എന്ന് കിട്ടും. അപ്പോൾ എക്സ് 14 കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് 2 സ്വാഭാവികമായിട്ടും 14ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 16 നമുക്ക് ലഭിക്കും. അപ്പോൾ 14ഉം 16ഉമാണ് നമ്പേഴ്സ്. 14ഉം 16ഉം ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ 224 കിട്ടും. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ സോൾവ് ആയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ലെങ്ത് ഓഫ്
a rectangle is 2 times and 4 more than that of breadth. If the area of the rectangle is 30, find length and breadth. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ്, ലെങ്ത് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ആൻഡ് 4 മോർ. 2 ടൈംസും 4 മോർ. അപ്പോൾ 2x ആണ് 2 ടൈംസ് ഓഫ് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2x. 2x ആൻഡ് 4 മോർ, 2x പ്ലസ് 4 ആൻഡ് ഏരിയ ഇസ് ഈക്വൽ ടു 30. സോ ഇത് രണ്ട് ഇൻറ്റു ചെയ്താലാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ എക്സ് ഇൻറ്റു 2x പ്ലസ് 4 ഇസ് ഈക്വൽ ടു ഏരിയ 30. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 2x സ്ക്വയർ ആവും, എക്സ് ഇൻറ്റു 4x ആവും, 2x സ്ക്വയർ പ്ലസ് 4x ഇസ് ഈക്വൽ ടു 30 എന്നാവും. 2x സ്ക്വയർ പ്ലസ് 4x ഈ 30 പ്ലസ് 30 ഇപ്പുറത്ത് പോകുമ്പോൾ -30 ആവും, ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ABC ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിൻ്റെ തൊട്ടടുത്തുള്ളത് A ആയിരിക്കും, എക്സിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് B ആയിരിക്കും, പിന്നെ എക്സോ ഒരു എക്സ്പോണൻസോ ഒന്നും ഇല്ലാത്തത് C ആയിരിക്കും. അതുകൊണ്ട് എക്സ് സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് തൊട്ടടുത്തുള്ളത് 2 ആണ്. അപ്പോൾ A ഇസ് ഈക്വൽ ടു 2. എക്സ് സ്ക്വയറിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് എക്സിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് B ആണ്, അതുകൊണ്ട് +4 ആണ് B. സോ B ഇസ് ഈക്വൽ ടു +4. സി എക്സ് ഒന്നും ഇല്ലാത്തത് C ആണ്, C ഇസ് ഈക്വൽ ടു -30. സോ എയും കിട്ടി, ബിയും കിട്ടി, സി കിട്ടി. ഇനി ഈ ഇക്വേഷനിലേക്ക് -b ±√b² - 4ac/2a എന്നുള്ള ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. -4 ബിന് പകരം 4 ഇട്ട് കൊടുക്കും, -4 ±√b². ബിന് പകരം 4 ഇട്ട് കൊടുക്കുമ്പോൾ 4² -4 ഇൻറ്റു എ എത്ര 2 ആണ്, A2 4 ഇൻറ്റു 2 ഇൻറ്റു -30. ഇവിടെ -30 എങ്ങനെ കിട്ടിയത്? സി എന്ന് പറയുന്നത് -30 ആയതുകൊണ്ടാണ് ഇവിടെ -30 വന്നത്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2a 2 ഇൻറ്റു 2. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ -4 ±√16. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 16 -4 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -8 ആവും. -8 ഇൻറ്റു -30, -8ഉം -30യും +240 ആവും. മൈനസും പ്ലസ് ആവും. അതുകൊണ്ട് 30 ഇൻറ്റു 8 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 240 ആവും, അവിടെ പ്ലസ് ആവും. 16 + 240 എന്നാവും. ഡിവൈഡ് ബൈ 4, 2 ഇൻറ്റു 2 4 ഈക്വൽ ടു -4 ±√256 ഡിവൈഡ് ബൈ 4. അതുകൊണ്ട് നമ്മൾ 1 മുതൽ 25 വരെയുള്ള റൂട്ട് അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം. 256 എന്ന് പറയുന്നത് 16ൻ്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് 256ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 16 ആയിരിക്കും. രണ്ട് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. -4 + 16/4 എന്നും കിട്ടും, അല്ലെങ്കിൽ -4 - 16/4 എന്ന് കിട്ടും. 12 ഡിവൈഡ് ബൈ 4 = 3, അല്ലെങ്കിൽ -20 ഡിവൈഡ് ബൈ 4 = -5 എന്ന് കിട്ടും. മൈനസ് ഒരിക്കലും ലെങ്ത്തിൻ്റെ കേസിൽ വരികയില്ല. ലെങ്ത്തും ബ്രെഡ്ത്തും ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല. അതുകൊണ്ട് 3 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പം എക്സ് എന്ന് പറയുന്നത് 3 ആയിട്ട് നമുക്ക് കിട്ടും. ബ്രെഡ്ത്തിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്, ബ്രെഡ്ത്ത് 3 ആയിട്ട് കിട്ടി. ലെങ്ത് = 2x + 4. ബ്രെഡ്ത്തിൻ്റെ 2 ഇരട്ടീൻ്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് ലെങ്ത് കിട്ടുക. അപ്പം 2x + 4, 2 ഇൻറ്റു എക്സ് എത്രയാണ് 3, 2 ഇൻറ്റു 3 + 4, 2 ഇൻറ്റു 3 6 ആണ്, 6 + 4 = 10. അങ്ങനെ ബ്രെഡ്ത്ത് 3 എന്നും ലെങ്ത്ത് 10 എന്നുമായി കിട്ടി. 3 ഇൻറ്റു 10 30, ഏരിയ 30 ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഈ ഇക്വേഷനിലിട്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ കാണിച്ചത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മൊത്തം 4ഉം 2ഉം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഹോപ്പ് യു എൻജോയ്ഡ്. താങ്ക് യു.